കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീത് ജോലിയിൽ പ്രവേശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഓവർസിയറായാണ് നിയമനം. കോട്ടയം തിരുനക്കരയിൽ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി മന്ത്രി വി.എൻ. വാസവന്റെ സാന്നിധ്യത്തിലാണ് നവനീത് ജോലിയിൽ പ്രവേശിച്ചത്. ഇന്ന് രാവിലെ 11:15 തിരുനക്കരയിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലെത്തി നവനീത് ജോലിയിൽ പ്രവേശിച്ചത്. വൈക്കം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഓവർസിയറായാണ് നിയമനം. 2 വർഷത്തെ പ്രൊബേഷൻ കാലാവധിക്ക് ശേഷം സ്ഥിര നിയമനം നൽകും. ഈ മാസം ആദ്യം നിയമന ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. നവനീത് ജോലിയിൽ പ്രവേശിച്ചതോടെ ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയെന്ന് മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കി. ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന എല്ലാവർക്കും നവനീത് നന്ദി അറിയിക്കുകയും ചെയ്തു. നേരത്തെ ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഇതിനു പുറമെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായവും നൽകിയിരുന്നു. ബിന്ദുവിന്റെ വീടിന്റെ നിർമ്മാണം നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞ മാസം താക്കോൽ കൈമാറി. ഇക്കഴിഞ്ഞ ജൂലൈ 3 കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടഭാഗം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദു മരിച്ചത്. മകൾ നവമിയുടെ ചികിത്സയുടെ ഭാഗമായി കൂട്ടിരിക്കുന്നതിനായി ആശുപത്രിയിൽ എത്തിയതായിരുന്നു ബിന്ദു. കുളിക്കുന്നതിനായി ശുചിമുറിയിൽ എത്തിയപ്പോഴായിരുന്നു അപകടം. ശുചിമുറിയുടെ ഒരു ഭാഗം തകർന്നു വീഴുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ JCB എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദു കുടുങ്ങിക്കിടക്കുന്നത് വ്യക്തമായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു.